ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റി വകുപ്പുതല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന പ്രമേയം നഗരസഭാ കൌൺസിൽ അംഗീകരിച്ചു. പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ തുടർന്ന് വോട്ടിനിട്ടാണ് പ്രമേയം പാസാക്കിയത്. ഭരണപക്ഷ കൌൺസിലർ KS അനൂപാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഉടനെ കോൺഗ്രസിലെ ജോയ് ചെറിയാൻ പ്രമേയ അവതരണത്തെ ചോദ്യം ചെയ്തു. റൂൾ 18 പ്രകാരം പ്രമേയം അവതരിപ്പിക്കാൻ പാടില്ലെന്ന് ജോയ് ചെറിയാൻ പറഞ്ഞു. ഇതിനിടെ ഭരണപക്ഷം പ്രമേയ അവതരണം പൂർത്തിയാക്കി. ഉടനെ UDF കൌൺസിലർമാർ ഒന്നടങ്കം പ്രമേയ അവതരണത്തെ ചോദ്യം ചെയ്തു. ഭരണകക്ഷിയിലെ അംഗങ്ങളും എണീറ്റതോടെ വലിയ ബഹളമായി. ഉടനെ ചെയർപേഴ്സൺ പ്രമേയത്തെ അനുകൂലിക്കുന്നവർ കൈപ്പൊക്കാൻ ആവശ്യപ്പെട്ടു. ഭരണകക്ഷിയിലെ അംഗങ്ങൾ കൈപ്പൊക്കി പ്രമേയത്തെ അനുകൂലിച്ചു. UDFും BJPയും അനുകൂലിച്ചില്ല. ഇതോടെ പ്രമേയം പാസായതായും ഇത് സർക്കാരിനെ അറിയിക്കുമെന്നും പറഞ്ഞ് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. UDF അംഗങ്ങൾ ചെയർപേഴ്സണെതിരെ മുദ്രാവാക്യം വിളികളോടെയാണ് ഇറങ്ങിപ്പോയത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് കനത്ത പോലീസ് കാവലിലാണ് കൌൺസിൽ യോഗം നടന്നത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം സെക്രട്ടറി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതിനാൽ ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി എതിര് നിൽക്കുകയാണ്. സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനത്തുള്ള നഗരസഭ 86ാം സ്ഥാനത്തേക്ക് എത്താൻ കാരണം സെക്രട്ടറിയുടെ നടപടികളാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തെത്തി പ്ലാൻ ഫണ്ട് ചിലവഴിച്ചതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നഗരസഭയുടെ സ്ഥാനം 40-ലെത്തിയത്. ഇനിയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ളതായും ചെയർപേഴ്സൺ അറിയിച്ചു. പുതിയ സർക്കാർ വന്ന ശേഷം സെക്രട്ടറി UDFനൊപ്പം ചേർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണെന്നും ആരോപിച്ചു. ചട്ടപ്രകാരമാണ് കൌൺസിൽ വിളിച്ചതെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അറിയിച്ചു. നമ്മൾ ഇന്നത്തെ കൗൺസിലെ ചട്ടപ്രകാരം തന്നെയാണ് ഈ അജണ്ട ഇറങ്ങിയിട്ടുള്ളതും. ഇത് നമുക്ക് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ചെയർപേഴ്സന്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോ സെക്രട്ടറിനെ നേരിട്ട് വിളിച്ച് കൊടുത്താണ്. അപ്പൊ സെക്രട്ടറി പറഞ്ഞത് ഇത് എന്റെ കയ്യിൽ തരണ്ട, നേരിട്ടിട്ട് കേസ്മാർക്ക് മുഖാന്തരം അജണ്ടയായി പോകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അജണ്ടയായി പോയുള്ളതാണ്. അതില് മറ്റൊരു പറയണത് വാസ്തവമാണ്, ചട്ടം നോക്കിയിട്ട് തന്നെയാണ് ഇത് നമ്മള് ഉണ്ടാക്കിയുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്രട്ടറി ഒരുപാട് വിഷയങ്ങളിൽ നമ്മളുടെ ആ ഫുട്ബോളിന്റെ ഇത് കഴിഞ്ഞതിന്റെ അവിടെ നിന്ന് തൊട്ട് ഇന്നല്ല ഞങ്ങൾ പുതിയ ഭരണത്തിൽ ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ ആള് ഞങ്ങളെ എന്ത് ഭരണസ്തംഭനം എന്ന് തന്നെ പറയാം, ഏത് കാര്യത്തിനും ആള് ഒരു ഉടക്ക് പോലെ ബസ് സ്റ്റാൻഡിന്റെ ആയാലും എല്ലാ കാര്യത്തിലും അവരുടെ കൂടെ നിന്ന് പുതിയ ഭരണസമിതി അവർ വന്നതിന് ശേഷമുള്ള അവരുടെ കൂടെ നിന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു കൗൺസിലെ വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കാൻ എന്നുള്ളതിൽ നിന്നത്. പക്ഷെ അതിന് മറ്റുള്ള കൗൺസിൽ അവർക്ക് അതിലൊരു താല്പര്യം ഉണ്ടായിരിക്കും, ചിലപ്പോൾ സെക്രട്ടറിനെ സംരക്ഷിക്കണമെന്ന് അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ നഗരസഭയുടെ ഭരണം നല്ല സുതാര്യമായി നല്ല രീതിയിൽ നടന്നു പോകണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇവിടെ കയറിയുള്ളതും അതിനുവേണ്ടി ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭരണത്തിൽ കയറിയിട്ടുള്ളതും. അപ്പൊ അതിനെ ഒരു വിഷയം സെക്രട്ടറി ഞങ്ങൾക്ക് അതിനെ എതിര് നിന്ന കാരണം നമ്മളിങ്ങനെ ഒരു പ്രമേയത്തിലൂടെ നമ്മൾ ഇത് നേരിട്ട് കൗൺസിൽ. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിലെ വളം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണസമിതി തനിക്ക് നേരെ തിരിയാൻ കാരണമെന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ അറിയിച്ചു. ചൂൽപ്പുറം ബയോ പാർക്കിലെ വളം വടക്കാഞ്ചേരിയിലെ ക്വാറിയിൽ എത്തിക്കണമെന്ന കൌൺസിലർമാരായ AS മനോജ്, എറിൻ എന്നിവർ തന്റെ ക്യാബിനിലെത്തി. ഹരിതസേനയുടെ 5 ലക്ഷം രൂപ വളം മാറ്റുന്നതിന് നൽകാമെന്നും ഇത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ബയോ പാർക്കിലെ വളം വിൽപ്പന നടത്തി തീർക്കുന്നതാണ് രീതി. പണം ചെലവഴിച്ച് മാറ്റാൻ കഴിയില്ലെന്നും അറിയിച്ചു. ഇതിനാലാണ് ഭിന്നത തുടങ്ങിയത്. ഈ വർഷം പ്ലാൻ ഫണ്ട് ചിലവഴിക്കേണ്ട 100% ചിലവഴിച്ചതായും സെക്രട്ടറി അറിയിച്ചു. മിനിറ്റ്സ് വൈകിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്ന് തെളിവുകൾ നിരത്തി സെക്രട്ടറി പറഞ്ഞു. ലോകകപ്പ് പ്രദർശനം ഐക്യകണ്ഠേന പാസായി എന്ന് ഭരണപക്ഷം പറയുന്നത് ശരിയല്ല.
പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകിയതായും സെക്രട്ടറി പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ 3 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞതായും ഇക്കാലയളവിൽ നഗരസഭയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താനായതായും സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ അറിയിച്ചു. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ അവസാന 3 വർഷവും ഇതേ സെക്രട്ടറി തന്നെയായിരുന്നു നഗരസഭയിൽ ഉണ്ടായിരുന്നത്. ഇക്കാലയളവിലെ അവസാന 3 വർഷവും തുടർച്ചയായി ഗുരുവായൂർ നഗരസഭയാണ് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം മെയ് മാസത്തിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രദർശനവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി വിയോജനക്കുറിപ്പ് നൽകിയതോടെയാണ് പുതിയ ഭരണസമിതിയുമായി ഇടയുന്നത്. ഇത്രയും ഈ മുൻവർഷങ്ങളിലെല്ലാം നമ്മൾ പദ്ധതി വെച്ചത് വിതരണം ചെയ്ത് തന്നെയാണ് നമ്മൾ തീർത്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അവിടുത്തെ വളം തീരാറുമുണ്ട്. പക്ഷെ ഇവരുടെ എന്തോ താല്പര്യപ്രകാരം ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം മനോജും ജോലിനും കൂടെ അങ്ങ് വന്നത്. ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് വന്നത് പറഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ചെയർപേഴ്സൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒറ്റ സ്റ്റാൻഡുകൾ നമുക്കിത് കൈയൊഴിയാൻ സാധിക്കില്ല, കൊണ്ടുപേക്ഷിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഏതോ ലോറിക്കാരെ ഇടപെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ടിത് ചെയ്യിക്കണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് അന്ന് സംസാരിച്ച് ഏറ്റവും ലാസ്റ്റ് തെറ്റുന്നത് ഈ കാര്യം പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ആ പോയതിന് മുമ്പാണ് ഈ പറഞ്ഞ പോലെ രണ്ടാമത് എനിക്കെതിരെ ഉള്ള ആരോപണമായിട്ട് ഞാൻ വിളിച്ചു വരുത്തി ഈ രീതി ചെയ്തു എന്ന് പറയുന്നത്. ഗുരുവായൂർ നഗരസഭയെ 6 മാസത്തെ ഭരണം കൊണ്ട് 1ാം സ്ഥാനത്ത് നിന്ന് 86ാം സ്ഥാനത്തെത്തിക്കുകയാണ് LDF ഭരണസമിതി ചെയ്തതെന്ന് UDF കൌൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഭരണസ്തംഭനത്തിന്റെയും വീഴ്ചകളുടെയും ഉത്തരവാദിത്തം സെക്രട്ടറിയുടെ മേൽചാരി തടി തപ്പാനാണ് ശ്രമിക്കുന്നത്. ജനാധിപത്യത്തിനെതിരായി മുനിസിപ്പൽ ചട്ടം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഭരണസമിതി ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ വെളിച്ചത്ത് വന്നതോടെയാണ് സെക്രട്ടറിയെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. സെക്രട്ടറിക്കെതിരെ കൊണ്ടുവന്ന പ്രമേയം ചട്ടവിരുദ്ധമാണ് എന്നും UDF കൌൺസിലർമാരായ സി ജോയ് ചെറിയാൻ, ബഷീർ പൂക്കോട്, ആൻഡോ തോമസ്, ജലീൽ പണിക്ക് വീട്ടിൽ, മെഹറൂഫ് തുടങ്ങിയവർ അറിയിച്ചു. വരികയാണ് ചെയ്തത്. ഒരു കൗൺസിൽ യോഗം നടത്തുമ്പോൾ അതിൽ അജണ്ട ഒരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അതിന് റൂൾ 18 വളരെ കൃത്യമായ മാർഗനിർദ്ദേശം തരുന്നുണ്ട്. വളരെ കൃത്യമായത് പ്രമേയം ഏറ്റവും ചുരുക്കത്തിലാകണം. പ്രമേയം വ്യക്തിപരമായി പരാമർശിക്കപ്പെടരുത്. കോടതിയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ പ്രമേയത്തിൽ ഉണ്ടാകരുത്. പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങൾ പ്രമേയത്തിൽ ഉണ്ടാകരുത്. ഈ പറയുന്ന ഒരു A തൊട്ട് F വരെയുള്ള 4-5 കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രമേയത്തിൽ ഉണ്ടാകരുതെന്ന് മുനിസിപ്പൽ ആക്ട് റൂൾ 18 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനെ പൂർണ്ണമായി വയലേറ്റ് ചെയ്യുന്ന ഒരു പ്രമേയത്തിനാണ് ഇന്ന് അവതരണ അനുമതി ചെയർപേഴ്സൺ കൊടുത്തത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും മുനിസിപ്പൽ ആക്ട് പ്രകാരം ഈ പ്രമേയം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് കൗൺസിൽ യോഗത്തിലെ UDF അംഗങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനാണ് അജണ്ട വായിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ പ്രമേയം എന്ന് LDF പറയുന്നത് വളരെ കൃത്യമായി അജണ്ടയായിട്ട് വന്നിട്ടുണ്ട്. ആ അജണ്ട വായിക്കാനായിട്ട് കൗൺസിലർക്ക് തന്നെ ഒരിക്കലും അനുവാദം കൊടുക്കാതെയാണ് കൗൺസിൽ മുന്നോട്ട് പോയത്. ഇവിടെ ഈ അജണ്ടയിൽ പരാമർശിക്കപ്പെടുന്ന 3-4 വിഷയങ്ങൾ എന്ന് പറയപ്പെടുന്നത് സെക്രട്ടറി 24-25 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ തുടർന്നു വരുന്ന ജനാധിപത്യ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് മുഖാന്തരമൊക്കെ നമുക്ക് വരുന്ന പ്ലാൻ ഫണ്ട്, SC ഫണ്ട് തൊട്ടുള്ള പദ്ധതികൾ കാര്യങ്ങളൊന്നും വിനിയോഗിക്കുന്നില്ല. അങ്ങനെ 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഗുരുവായൂർ നഗരസഭ ഇപ്പോ ആകെ 87 നഗരസഭകളാണ് കേരളത്തിലുള്ളത്. അതിൽ 86 എത്തിക്കാനായിട്ടാണ് ഈ നഗരസഭയ്ക്ക് ഈ ഭരണസമിതിക്ക് സാധിച്ചതെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിൽ